ഹായ് വെൽക്കം ടു ജിനൂസ് ഫാഷൻ. ഇന്ന് നമ്മളൊരു അടിപൊളി ചട്നിയാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ മാങ്ങ ചമ്മന്തി തയ്യാർ ചെയ്യാറുണ്ട്, മാങ്ങ ഇഞ്ചി ഉപയോഗിച്ച് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മാങ്ങ ഇട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തേങ്ങയും മാങ്ങയും ഉപയോഗിച്ച് തന്നെ ഉള്ളൊരു ചമ്മന്തി തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ച് നമ്മൾ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മാംഗോ കോക്കനട്ട് ചട്നിയാണ്. ഇതെങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് കാണാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയുടെ പകുതി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. നമുക്കിത് അരക്കപ്പ് മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഒരു ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിതൊരു അരക്കപ്പ് നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. നിങ്ങൾ പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളകാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് നമ്മൾ കപ്പലണ്ടി വറക്കുന്ന സമയത്ത് തന്നെ വറ്റൽമുളകും കൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിടണം. അപ്പോൾ ഇത് നമ്മൾ പച്ചമുളക് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാനിത് ഡയറക്റ്റ് ഇടുകയാണ്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് നല്ല ജീരകമാണ്, ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 6-7 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ അടച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മിക്സി അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ അരച്ചെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ 1 കപ്പും 1/4 കപ്പും കൂടാണ് ആഡ് ചെയ്തേക്കുന്നത്. ഞാനിത് ക്യൂബ്സാക്കി കട്ട് ചെയ്തതേ ഉള്ളൂ, നമുക്ക് തിരുമ്മി എടുക്കാം. ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൾസിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയും അതുപോലെ മല്ലിയിലയും കൂടെ ഇട്ട് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം ഇട്ട് നന്നായിട്ട്, കണ്ടില്ലേ? ഇതുപോലെ അരച്ചെടുക്കണം, ഒത്തിരി അങ്ങ് പേസ്റ്റ് ആക്കണ്ട. ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കടുക് വറുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്കിത് ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സൈഡിൽ വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കടുക് വറുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് പച്ച കടലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കടലപ്പരിപ്പാണത്. ഇനി അടുത്തായിട്ട് 1 ടീസ്പൂണ് നമ്മൾ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഈ പരിപ്പെല്ലാം ഒന്ന് നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ ഇതേ പരിപ്പെല്ലാം ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് 1 ടീസ്പൂണ് ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്,
ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുത്താൽ മതി. എന്തായാലും കാരണം എന്ന് വെച്ചാൽ ഈ ചൂടിൽ നമുക്ക് ഈ മഞ്ഞളും അതുപോലെ കായപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കടുക് വറുത്തത് ചമ്മന്തിയുടെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാങ്ങ തേങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ടിഫിന് ദോശ, ഇഡ്ഡലി, ഉത്തപ്പം ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തേങ്ങ മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന മാങ്ങ ചമ്മന്തിയെക്കാട്ടിലും ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജിനു.